ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റുകളുടെ ഒരു കുട്ടി ഹോളുമായിട്ടാണ്. ഹോളെന്ന് പറയാൻ പറ്റുകയില്ല, ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഇത് സ്കിൻ കെയറും അല്ല മേക്കപ്പും അല്ല, എല്ലാം കൂടെ ഒരു കുഴഞ്ഞൊരു അവിയൽ പരുവത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ. റാൻഡം ഹോളാണ്. ഇതാണ് ആ പ്രൊഡക്ട്സ്. ആദ്യം നമുക്ക് ഈ ബാഗ് പരിചയപ്പെടാം. ഇത് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ഒക്കെ ആണ് കേട്ടോ. ബ്ലൂ കളറാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് 1-2 ദിവസത്തേക്കൊക്കെ ട്രാവൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കെയറും മേക്കപ്പ് ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു കുഞ്ഞു ബാഗ് കേട്ടോ. അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊള്ളും. ഇതിപ്പോൾ ഞാൻ ചന്നം പിന്നെ വാരി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ചറപറാന്ന് കിടക്കുന്നത്, ഒതുക്കില്ലാണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒതുക്കി പെറുക്കി വെച്ചാൽ നല്ല രീതിയിൽ അത്യാവശ്യ സാധനങ്ങൾ കൊള്ളുന്ന ഒരു ചെറിയ ട്രാവൽ ബാഗാണ് കേട്ടോ. ഇതിനിങ്ങനൊരു പിടിയൊക്കെ ഉണ്ട് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണ്, ബ്ലൂ കളറാണ്. ഇതിൻ്റെ റോസും ഉണ്ട്. സ്റ്റുഡിയോയിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ റോസും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ബ്ലൂ ആണ്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പ്ലാസ്റ്റിക് ഒക്കെയാണ്, കുഴപ്പമില്ല. ഒറ്റ അറയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, 1-2 ദിവസത്തേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ബാഗാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ പ്രൊഡക്ട്സിനെ പരിചയപ്പെടാം. ഇതിലുള്ള മിക്ക സാധനങ്ങളും ഞാൻ റീപർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. അധിക സാധനങ്ങളൊന്നും അങ്ങനെ സ്കിൻ കെയറും മേക്കപ്പൊന്നും ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങാറില്ല. ഇങ്ങനെ പോകുമ്പോൾ ഓരോന്ന് കാണുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് പിക്ക് ചെയ്തിട്ട് വന്നിട്ട് അത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് ഒന്നുകൂടെ റീപർച്ചേസ് ചെയ്ത സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലുള്ളൂ കേട്ടോ. അടുത്തത് വന്ന മേക്കപ്പ് റിമൂവർ പാഡാണ് കേട്ടോ. ഫേസ് ക്ലെൻസ് ചെയ്യാൻ പറ്റിയ മേക്കപ്പ് റിമൂവർ പാഡാണ് ഇത്. ഞാൻ സ്ഥിരമായിട്ട് ഫേസിൽ പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്നും മൈസലർ വാട്ടർ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്ഥിരം എനിക്കിത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഞാൻ സ്ഥിരം നൈക്കയിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കടയിൽ പോകുമ്പോൾ അങ്ങനെയും കാണുമ്പോൾ വാങ്ങാറുണ്ട് കേട്ടോ. അതുപോലൊക്കെ തന്നെ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇത് റൗണ്ട് പാടും, ഇത് ഇച്ചിരി ഓവൽ ഷേപ്പിലുള്ള ഇച്ചിരി മുഴുത്തത് കാണും കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ പിക്ക് ചെയ്യാൻ കാരണം, ഇത് വന്ന് നമ്മളധികം മേക്കപ്പ് ഒക്കെ ചെയ്യത്തില്ലേ, ആ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ഇച്ചിരി വലിപ്പമുള്ളത് കൂടുതലായിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ഉള്ളപ്പം കൂടുതലായിട്ട് വൈപ്പ് ചെയ്ത് കളയാൻ വരണം. ഇത് വന്ന് സ്ഥിരം ഞാൻ പറഞ്ഞില്ലേ, എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ എൻ്റെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാനത് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ സ്ഥിരം ഡെയിലി യൂസിനാണ് ഈ സാധാ ഈ പാഡ് എടുത്തേക്കുന്നത്. ഇത് വന്ന് റൗണ്ട് കോട്ടൺ പാടാണ്. ഇത് 79 രൂപയാണ്. 100 ഇതിൽ വരുന്നത്. പിന്നെ ഇത് വന്ന് ഇച്ചിരി സൈസ് വലിപ്പമുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി വലുതാണ്, ഓവൽ ഷേപ്പിലാണ്. ഇത് ഞാൻ അധികം കൊണ്ടുപോകുന്ന ട്രാവലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതലായിട്ട് വൈപ്പ് ചെയ്ത് കളയേണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് 2 ഉണ്ടായിരുന്നത്, 1 തീർന്നു പോയി. ഇതും വന്ന് 79 രൂപയാണ്. പക്ഷേ നമ്പർ 60 ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. നെക്സ്റ്റ് വന്ന് ഷീറ്റ് മാസ്ക് ആണ്. ഇത് ഹൈലറോണിക് ആസിഡിൻ്റെ ആണ്, ഹൈഡ്രേറ്റിനുള്ളത്. ഞാൻ 3-4 വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഗ്ലോയ്ക്കുള്ളത്, പിന്നെ ബ്രൈറ്റ്നസ്സിനുള്ളത്. അപ്പോൾ അതൊക്കെ എൻ്റെ തീർന്നു പോയി കേട്ടോ. ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് കരുതിയതല്ല. ഇപ്പം ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇങ്ങനെ ഓർത്ത് എന്നാൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പോകുമ്പോൾ വാങ്ങാമെങ്കിൽ വാങ്ങാമല്ലോ, അങ്ങനെ കരുതി റിവ്യൂ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ തീർന്നു പോയി. ഞാൻ അധികം ഷീറ്റ് മാസ്ക് ഡെയിലി ബേസിൽ അങ്ങനെ വീക്കിലി ഷീറ്റ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ അധികം ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോവുക, അതായത് ട്രാവലൊക്കെ ചെയ്യുക, ടൂർ പോവുക, അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒരുപാട് ടയേർഡായിട്ടൊക്കെ നടന്ന് മടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് നമുക്ക് ആ ട്രാവൽ തന്നെയുണ്ട്. ഇതുപോലെ കറങ്ങാനൊക്കെ പോകുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്വിക്ക്ലി ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെയാണ് ഞാൻ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലാതെ ഡെയിലി ബേസിൽ അങ്ങനെ ഞാൻ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാറില്ല. ഇത് വന്ന് ഞാനൊന്ന് എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണ് അറിയാൻ പറ്റും. ഞാൻ തായ്ലൻഡൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ 3-4 അങ്ങനെ വാങ്ങിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന, അവിടെ പോയപ്പോൾ തന്നെ ഞാൻ ഓരോ ദിവസം അങ്ങനെ യൂസ് ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞ് ബാലൻസ് ഒരെണ്ണം വന്ന കേട്ടോ. അപ്പോൾ നല്ലതാണ് അവരുടെ ഷീറ്റ് മാസ്ക്, കുഴപ്പമില്ല. എല്ലാ ഷീറ്റ് മാസ്കും പോലെ തന്നെ, പ്രത്യേകിച്ച് ഇതൊന്നും പറയാനില്ല. എല്ലാ ഷീറ്റ് മാസ്കും പോലെ തന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി. ഷീറ്റ് മാസ്ക് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഒന്ന് റീഫ്രഷ് ചെയ്യാനും നമുക്കൊരു കൂളിംഗ് എഫക്റ്റ്, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനും. ഞാൻ അങ്ങനെ കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം, അത്രയേ ഉള്ളൂ. ഒന്ന് റീഫ്രഷ്മെൻറ്റ് തോന്നും. നമ്മുടെ മുഖം ഒന്ന് ക്ലീനപ്പ് ആയ പോലെ തോന്നും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഡെയിലി ബേസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2-3 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്, കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്ന് 49 രൂപയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ നൈക്കയിൽ നിന്നൊക്കെ ഷീറ്റ് മാസ്ക് വാങ്ങിക്കുവാണെങ്കിൽ ഒരെണ്ണത്തിന് 90 രൂപ 100 രൂപ ആ പ്രൈസിലാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും പ്രൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആ കണക്കിന് പ്രൈസ് കുറവാണ്, 49 രൂപ മറ്റേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നും മാസ്ക് ആണ് കേട്ടോ.
ഇത് വന്ന് ഫേസിനുള്ളതല്ല, അണ്ടർ ഐക്ക് വേണ്ടിയുള്ളതും ലിപ്പിനായിട്ടുള്ളതുമാണ് കേട്ടോ. അണ്ടർ ഐ ഒന്ന് നമുക്ക് ഡീഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് റീഫ്രഷ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇത് വന്ന് ലിപ്പിനുള്ളതാണ്. നമ്മുടെ ചുണ്ട് ഒരുപാട് ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് ഇട്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതും 49 രൂപയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ്. ഇത് രണ്ടിലും ക്വാണ്ടിറ്റി വരുന്നത് 10 വീതമാണ് കേട്ടോ. ഇതിൽ 20 പാച്ചസ് ഉണ്ട്. അപ്പം 2 ഐക്കും കൂടി വേണ്ടിയാണ് കേട്ടോ 10 വീതം. നമ്മുടെ കണ്ണിന് നല്ലൊരു റീഫ്രഷ്മെന്റ് കിട്ടും ഐ പാച്ചസ് ഇട്ടെങ്കിൽ. ലിപ്പിലാണേലും ഡ്രൈനസ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്ന പോലെയും പിന്നെ നല്ലൊരു ലിപ്പ് ഒന്ന് സോഫ്റ്റൻ ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ലിപ്പിന് എനിക്കിത് ബെസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ഒരുപാട് ഡ്രൈ ആയിട്ട് വരണ്ട് ഇങ്ങനെയല്ലേ നമ്മുടെ ചുണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. യൂസ് ചെയ്തിട്ടും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ലിപ് മാസ്കും അണ്ടർ ഐ പാച്ചസും. നെക്സ്റ്റ് വന്നും ഈ പറഞ്ഞ പോലെ റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ട്രാവലിന് വേണ്ടി വാങ്ങിക്കുന്ന കേട്ടോ അധികവും. ഇതിപ്പം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ എളുപ്പമാണ്. നല്ല ഒതുക്കത്തിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ചെറിയ ചെറിയ ഐറ്റംസ് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫേസ് റിമൂവർ വൈപ്പാണ്. ഫേസ് എന്നല്ല, എല്ലാം റിമൂവ് ചെയ്യാം. മൈസലർ വാട്ടറിൻ്റെയാണിത്. അടുത്തത് വന്ന് ലിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2-3 ഒക്കെ വെച്ച് ഞാൻ എടുക്കും. ഇത് ഇതേ തീരാറായിട്ടുണ്ട്. ഇത് ഇപ്പോൾ കറൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തീരാറായി. ഒരെണ്ണം മറ്റേ ഉള്ളൂ ഇതിൽ. ഇത് ലിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ലിപ് കളർ റിമൂവർ എന്നാണ് പറയുന്നത്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്യാൻ എളുപ്പം തന്നെ വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ചെറുതാട്ടോ, മറ്റതിൻ്റെ അധികം വലിപ്പമില്ല, ഇച്ചിരി കൂടെ ചെറുതാണ്. ഒരുപാട് ചെറുതല്ല, എന്നാലും അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. അടുത്തത് അവരുടെ ബ്ലെൻഡർ ആണ് കേട്ടോ, ബ്യൂട്ടി ബ്ലെൻഡർ. ഇത് 79 രൂപയാണ് പ്രൈസ്. എന്തായാലും നല്ല സാധനമാണ് കേട്ടോ, കുഴപ്പമില്ല. 2 ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ ഈ ഒരെണ്ണേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യാത്ത കേട്ടോ. നല്ലതാ, കുഴപ്പമില്ല. നല്ല രീതിയിൽ സോഫ്റ്റ് ഒക്കെയാണ്. നനച്ച് കഴിയുമ്പോഴും നല്ല രീതിയിൽ വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഈസിലി പറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്ന് സ്റ്റുഡിയോയുടെ ഐബ്രോ എൻഹാൻസർ ആട്ടോ, ഐബ്രോ പെന്നാണ് ഇത് എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആട്ടോ. ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ച് കാണിക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ തായ്ലൻഡ് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ കയറിയപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ. ഞാൻ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പെൻസിലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിസ് ബ്യൂട്ടിയുടെയൊക്കെ ഇങ്ങനെ ഉള്ള ഇതില്ലേ, ഒരു സൈഡ് ബ്രഷും ഒരു സൈഡ് ഇത്, അതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെനിക്ക് അവിടെ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച പിന്നെ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ. ഈസിലി അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് എളുപ്പമുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മൈക്രോ ബ്ലേഡിങ് എഫക്റ്റ് പോലെ തോന്നും നമുക്കിത് വെച്ച് വരച്ച് കഴിയുമ്പോഴേ. അപ്പോൾ ഇത് ഞാൻ വാങ്ങി കുറേ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ മൊത്തം പോയി കേട്ടോ. പിന്നെ തുറന്ന് വെച്ചാൽ അറിയാമല്ലോ, സ്കെച്ച് പോലല്ലേ, അതങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ പിന്നെയും പോയപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചതാണ്. ഫില്ല് ചെയ്യാനും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം തന്നെ പറ്റും. തുടക്കക്കാർക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കളറും നമ്മുടെ പുരുകത്തിൻ്റെ കളറൊക്കെ തന്നെ കേട്ടോ, നല്ല രീതിയിൽ ആപ്റ്റ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തായ്ലൻഡ് പോയപ്പോൾ റീലിലാന്ന് തോന്നുന്നു ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ എൻഹാൻസർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഇത് തന്നെ ഞാൻ വാങ്ങി കേട്ടോ, ഐബ്രോ ഫില്ലിങ്ങിൻ്റെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, തുറന്ന് വെച്ച് പോയപ്പം ഞാൻ ഒരെണ്ണം എനിക്കെന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആട്ടോ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇതുപോലത്തെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് പോലും ഈസിലി അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. എന്നിട്ടൊന്ന് ബ്രഷ് വെച്ച് സ്പൂളി വെച്ചൊന്ന് ഇതാക്കി വിട്ടാൽ മതി, നന്നായിരിക്കും കേട്ടോ. നമ്മൾ വരച്ചതായിട്ട് പോലും തോന്നുകയില്ല, നാച്ചുറലായിട്ട് തോന്നും കേട്ടോ. നല്ല നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന നല്ലൊരു കളർ കേട്ടോ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡുമാണ് ഇത്. അടുത്തത് വന്ന അവരുടെ കാജലാണ്. ഞാൻ വാങ്ങിച്ചേക്കുന്നത് ബ്രൗൺ കളറാണ്. ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ബ്രൗണാണ് വാങ്ങിച്ചത്. ഞാനിത് കണ്ണിൽ എഴുതാമെന്ന് ഓർത്താണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെങ്കിൽ ഇത് വെച്ച് എൻ്റെ കണ്ണിൽ എഴുതിയിട്ട് എൻ്റെ അണ്ടർ ഐ നല്ല ഡാർക്ക് ആയിട്ടായിരിക്കും, ഒന്നും തന്നെ കാണുന്നില്ല, എഴുതിയതായിട്ട് പോലും അറിയുന്നില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഇപ്പം ലിപ് ലൈനർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആണ് ഇച്ചിരി കൂടെ കാണാൻ പറ്റത്തില്ല. ഞാൻ ബ്ലാക്ക് അവരുടെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.
പിന്നെ നല്ലതാണോന്നേ അറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക്. അപ്പം ഞാൻ ബ്രൗൺ പിക്ക് ചെയ്തത്. എന്നിട്ട് കണ്ണിൽ എഴുതിയിട്ട് കുറേ കഴിയുമ്പോൾ ഇപ്പോഴും ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ എഴുതിയിട്ടുണ്ടെന്ന് പോലും കാണത്തില്ല. അതിൻ്റെ അത്രയും നല്ല രീതി ഡാർക്ക് ആയതുകൊണ്ടായിരിക്കും. നല്ല രീതി ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ എഴുതിയെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ, പക്ഷേ എനിക്ക് എഴുതിയിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബ്ലാക്ക് പെൻസിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചുമ്മാ ഒരു ബ്രൗൺ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ലിപ് ലൈനർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനർ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യാനും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ കളറായതുകൊണ്ട്. ഇത് സ്മഡ്ജ് ആവുന്നുണ്ട് കേട്ടോ, കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ സ്മഡ്ജ് ആവുന്നുണ്ട്. എൻ്റെ കണ്ണിൽ എഴുതിയിട്ട് പിന്നെ കാണുന്നില്ല, അതുകൊണ്ട് എത്രത്തോളം സ്മഡ്ജ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എത്ര കണ്ട് കാണുന്നില്ല, അതുകൊണ്ട് ഇത് എത്രത്തോളം സ്മഡ്ജ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ആക്കി നോക്കുമ്പോൾ നല്ല രീതിയിൽ സ്മഡ്ജ് ആവുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും സ്റ്റുഡിയോയുടെ കാജൽ യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് പറ കേട്ടോ, വീണ്ടും പോകുമ്പോൾ ഒന്ന് വാങ്ങാമല്ലോ. നെക്സ്റ്റ് ഞാൻ അവരുടെ വാങ്ങിയത് ഒരു സ്പ്രേയും ബോഡി സ്പ്രേയും ആണേ. ബോഡി സ്പ്രേ വന്ന് സോഫ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ, വിമണിനുള്ളത്. നല്ലൊരു മണമാണ് കേട്ടോ, കുഴപ്പമില്ല. നല്ലൊരു കാമായിട്ടുള്ള മൈൽഡ് സ്മെല്ലാണ്. എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ പറയുമല്ലോ, എനിക്കങ്ങനെ മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുകളാണ് ഇഷ്ടം. ഒരുപാട് കുത്തുന്ന സ്മെല്ലുകളൊന്നും എനിക്ക് ഇഷ്ടമില്ല. അപ്പം അങ്ങനെയുള്ള സ്മെല്ലാണിത്. പിന്നെ ഞാൻ ആൻഡ്രാമിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം എനിക്ക് ആൻഡ്രാമിൽ ഇങ്ങനത്തെ സ്പ്രേകൾ പറ്റുകയില്ല. പിന്നെ റോളാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പുറത്തുകൂടെ ഒന്ന് അടിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അടിക്കുമ്പോഴും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ, നല്ല മൈൽഡായിട്ട് ചെറിയൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. സ്റ്റുഡിയോയുടെ സ്പ്രേ ആണേ. ഇത് വന്ന് ഷാഡോ ഡാൻസ് എന്നാണ് ഇതിൻ്റെ പേര്. കുഴപ്പമില്ല. ഇതിങ്ങനെ ഞാൻ അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഡിസ്പ്ലേ വെക്കുമല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് അടിച്ചു നോക്കിയപ്പം നല്ല രീതിയിൽ നല്ലൊരു മൈൽഡായിട്ടുള്ള നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇത് തീർത്ത് കേട്ടോ, ഇത്രയേ ഉള്ളൂ, ഇച്ചിരി അങ്ങോട്ടേ ഉള്ളൂ, തീർന്നു. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല കേട്ടോ, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് എവിടെ പോയെന്ന് അറിയത്തില്ല, അതുപോലെ പോകും. പക്ഷേ അടിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടൊരു സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ലാണ്, എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഇത് പിക്ക് ചെയ്തത് കേട്ടോ, നല്ലതാണ്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ, ഇതും പറഞ്ഞ പോലെ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. ഞാൻ പിന്നെ അണ്ടർആർമിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ സ്പ്രേ അടിക്കുന്ന പോലെയാണ് ഇതും അടിക്കാറുള്ളത്. ഇതും ഒരുപാട് നേരം ഒന്നും ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ മണം പോകുന്നുണ്ട്, പക്ഷെ നല്ലൊരു സ്മെല്ലാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഹോള്. പിന്നെ ഞാൻ അവരുടെ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ ബാങ്കിള്, ക്ലച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ക്ലച്ചൊക്കെ കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ക്ലച്ച്, അങ്ങനെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. വേറെ അക്സസറീസിൽ അവരുടെ ക്ലിപ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്ലച്ച് ക്ലിപ്പുകൾ ചെറുതും വലുതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാൻഡില്ലേ, ഇതിങ്ങനെ 3 4 മറ്റാന്ന് തോന്നുന്നു ഈ ബാൻഡ്. ഇപ്പം എൻ്റെ ഈ 2 ഉള്ളൂ, ബാക്കി 2 തീർന്നു വെച്ചാൽ കാണുന്നില്ല. ഇത് നല്ലതാണ് കേട്ടോ, പോണിറ്റെയിലൊക്കെ കെട്ടാനായിട്ട് നല്ലതാണ്, മുടി ഒന്ന് പൊക്കി കെട്ടി വെക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ലതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബാൻഡ് എനിക്കിഷ്ടമാണ്, ഇങ്ങനെയുള്ള ബാൻഡ് നമുക്ക് കയ്യിലും ഇടാം, മുടിയും കെട്ടാം. ഹെയർ അക്സസറീസ് ഒക്കെ കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ക്ലിപ്പുകൾ, ക്ലച്ച് ക്ലിപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ബാംഗിൾസ്, കമ്മൽ, അതൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ കളറൊന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവുന്നുണ്ട്. പിന്നെ അവരുടെ അക്സസറീസ് ഒന്നും അത്ര കണ്ട് നല്ലതൊന്നുമല്ല, കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ കളർ പോകുന്നുണ്ട് കേട്ടോ. കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് ഒരെണ്ണം മാത്രം അങ്ങനെ കളർ പോകാതിരിപ്പുണ്ട്, ബാക്കിയെല്ലാം അത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, 1 2 യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കളർ പോകുന്നുണ്ട് കേട്ടോ. ബാങ്കിലൊക്കെ നമ്മൾ കയ്യിലിട്ട് കഴിയുമ്പോൾ മെറ്റലിൻ്റെ ഒക്കെ ബാങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഗോൾഡ് കളറൊക്കെ അങ്ങ് മാറിയിട്ട് കറുപ്പാകുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ തായ്ലൻഡ് പോയപ്പോൾ ഇതുപോലെ ക്ലച്ച് ബാങ്കിൾ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് പോയിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ട് കമ്പിയിൽ വന്നിട്ട്, രാവിലെ ഇട്ടുകൊണ്ട് പോയിട്ട് ഒരു ഉച്ചയായപ്പോൾ നോക്കിയപ്പോൾ ഫ്ലവർ കാണാൻ പോലും ഇല്ല, അതുപോലെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നുണ്ട്. പിന്നെ അവരുടെ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, മേക്കപ്പ് സാധനങ്ങളൊന്നും തന്നെ അധികം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ എടുക്കാൻ വേണ്ടി അവിടെ ചിലപ്പോൾ ടെൻഡൻസി വരും, ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം എല്ലാവരും പറയുന്നു ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ ലിപ്പിന് പിഗ്മെന്റേഷൻ വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ ലിപ്പ് പിഗ്മെന്റഡ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ പിഗ്മെന്റേഷൻ വരുത്തി വെക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ എടുക്കാൻ. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, അത് ലിപ്പിന് പിഗ്മെന്റേഷൻ വന്നോ അതോ നല്ലതായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്. പിന്നെ അവരുടെ ഇതിൽ നല്ല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അധികം നോക്കാൻ നിന്നില്ല. അങ്ങനെയുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി, ഐലൈനർ, കാജൽ, അങ്ങനെയുള്ളതൊക്കെ നോക്കി. നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക്കും കാജൽ, ഐലൈനർ, മസ്കാര അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെയാണ് നിങ്ങൾക്ക് അതൊന്ന് പറയണം കേട്ടോ, കാരണം ഇനി പോകുമ്പോൾ എനിക്ക് എടുക്കാമല്ലോ. ഇതൊക്കെയാണ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ, എനിക്കെന്നല്ല ആ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക്, കമൻറ്റ് ബോക്സ് നോക്കുന്ന മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് കമൻറ്റുകളും രേഖപ്പെടുത്തണേ.
ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.